കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം പ്രകടനം കൊണ്ട് കോച്ചിനെ വെളിയിലാക്കി. കോച്ചിനെ വെളിയിലാക്കിക്കൊണ്ട് കാര്യം, എലിയെ പേടിച്ച് ഇല്ലം ചുട്ടുകൊണ്ട് വല്ല പ്രയോജനമുണ്ട്? ഒരു പ്രയോജനമില്ല. കോച്ചല്ല അതിൻ്റെ ഉത്തരവാദിത്വം. കോച്ചിനിപ്പോൾ ബോൾ കൊടുത്ത് കളിപ്പിക്കാൻ പറ്റും, അല്ലെ ബോൾ കൊടുത്ത് പോസ്റ്റിൽ അടിപ്പിക്കാൻ പറ്റും. വെളിയിൽ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കാനേ പറ്റുകയുള്ളൂ. കളിക്കുന്ന പ്ലെയേഴ്സാണ്, അവരുടെ കഴിവ് പോലിരിക്കും ജയിക്കുന്നത്. കഴിഞ്ഞ മത്സരങ്ങളൊക്കെയും തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക ടീം. കാരണം എന്താ? ആ കാരണം ഇതുവരെയും ടീം മാനേജറോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോ കണ്ടുപിടിച്ചിട്ടില്ല. തോൽവിയുടെ കാരണം ബാക്ക് ശരിയല്ല. ബാക്കിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെങ്കിലേ പറ്റൂ. എങ്കിൽ മാത്രമേ ഈ ടീമിന് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ബാക്ക് വൻ പരാജയമാണ് ബാക്ക്. അതുപോലെ കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ട ഗോൾ കീപ്പർ ബോൾ തട്ടി ശത്രുക്കളുടെ കയ്യിലോട്ട് ഇട്ട് കൊടുക്കുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാമായിരുന്നു, ഒന്നിൽ അത് തട്ടിക്കളയാൻ, അതായത് പുഷ് ചെയ്ത് കളയാൻ. ഇത് കറക്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു, അത് ഗോൾ അടിച്ചു. അപ്പോൾ ഇതെല്ലാം പരാജയമാണ്, ശ്രദ്ധക്കുറവുകൊണ്ട് സംഭവിക്കുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിച്ച് അതിന് വേണ്ട നടപടികൾ ടീം എടുക്കണം. അല്ലാതെ കോച്ചിനെ വെളിയിലാക്കിയതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നല്ല പ്ലെയേഴ്സിനെ വെച്ച് കളിച്ചെങ്കിൽ മാത്രമേ ഇനിയും ബ്ലാസ്റ്റേഴ്സിന് മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ പരാജയമാണ്. ഈ ടീമിനെ വെച്ച് കളിച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുപോലെ പരാജയമാണ്. നല്ല പ്ലെയേഴ്സിനെ ഇറക്കി കളിപ്പിക്കണം. നമുക്കറിയാം, കുറച്ച് കഴിവുള്ള നല്ല പ്ലെയേഴ്സിനെ ഞങ്ങൾ വെളിയിലിരുത്തിയിട്ട് അവർക്ക് അവസാനം ഒരു 2-3 മിനിറ്റുള്ളപ്പോൾ അവരെ ഇറക്കി കളിപ്പിക്കുന്നു. ഇത് തന്നെ തെറ്റല്ലേ? ഇത് തന്നെ തെറ്റാണ്. നല്ല പ്ലെയേഴ്സിനെ ഇറക്കി ആദ്യം കളിപ്പിക്കാത്തതിൻ്റെ കാരണം എന്താ? അവരെ എന്താ വെളിയിലിരുത്തിയിരിക്കുന്നത്? ഇതൊരു ചോദ്യമാണ്, കാണിയുടെ ചോദ്യമാണ്. ഈ അവസാന നിമിഷത്തിൽ 1 മിനിറ്റുള്ളപ്പം 2 മിനിറ്റുള്ളപ്പം അങ്ങനെയുള്ള നല്ല പ്ലെയേഴ്സിനെ ഇറക്കുക. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പം അതുകൊണ്ട് ടീം മാനേജർക്ക് ശ്രദ്ധിക്കണം. നമുക്കറിയാം, ചില പ്ലെയേഴ്സിന് അടിക്കാൻ പോലും അറിയത്തില്ല, ലോങ് ബോൾ അടിക്കാൻ അറിയത്തില്ല. അഥവാ അടിച്ചെങ്കിൽ ആ ബോള് ഉയർന്നങ്ങ് പോവും, പൊങ്ങിപ്പോവും. അതുപോലും അടിക്കാൻ കഴിയാത്ത പ്ലെയേഴ്സാണ് ഇന്ന് ടീമിലുള്ളത്. അതുപോലെ കോർണർ കിക്ക് എടുക്കാൻ അറിയാത്തവർ. നിരവധി കുറവുകൾ ഈ ടീമിനുണ്ട്. അത് കണ്ടുപിടിക്കാനും അതിനെ പരിഹരിക്കാനും കഴിയണം. എങ്കിൽ മാത്രമേ ടീമിന് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ബോളെടുത്ത് അടിക്കാൻ പോലും അറിയാത്തവരുണ്ട്. ഇതൊക്കെ പരാജയമാണ്. അങ്ങനെയുള്ളവരെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് കഴിവുള്ള നല്ല പ്ലെയേഴ്സിനെ ഇറക്കി നിങ്ങൾ കളിപ്പിക്കാൻ തുടങ്ങും. അതല്ലേ ആവശ്യം? കോച്ച് എന്ത് ചെയ്യാനൊക്കും? കോച്ചിന് വല്ലതും ചെയ്യാനൊക്കും? കളിക്കുന്നത് പ്ലെയേഴ്സാണ്, ഒരു ടീമാണ് കളിക്കുന്നത്. അവരുടെ കുറവുകൊണ്ട് തോറ്റുപോകും. അതിന് ഉത്തരവാദി കോച്ചാണ്? ഒരിക്കലുമല്ല. കോച്ചല്ല അതിന് ഉത്തരവാദി, കളിക്കാരാണ് അതിന് ഉത്തരവാദി. കോച്ചിനെന്താ കുഴപ്പം? കോച്ചിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത്
പ്ലെയേഴ്സിനെയാണ് മാറ്റേണ്ടത്. മോശം പ്ലെയേഴ്സിനെ നിങ്ങൾ മാറ്റി നിർത്തണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ടീം മുമ്പോട്ട് പോകണമെങ്കിൽ, ഇനിയുള്ള കളികളിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ബാക്കിനെ ഒഴിവാക്കണം. നല്ല പ്ലെയേഴ്സിനെ ഇടവെക്കണം. ബാക്ക് വീക്കാണ്. ബാക്ക് എവിടെ ഉണ്ടോയെന്ന് പോലും അറിയുന്നില്ല. അങ്ങനെയാണ്, ഏകോപനമില്ലാതാണ് അവിടെ കളിക്കുന്നത്. ബാക്കിൻ്റെ കയ്യിൽ നിന്ന് ഒരു ബോൾ പോയാൽ പിന്നെ പിടിക്കാൻ കഴിയുന്നില്ല, പ്രതിരോധിക്കാൻ കഴിയുന്നില്ല ഇവർക്ക്. അപ്പം അങ്ങനെയുള്ള കളിക്കാരെ നമ്മൾ മാറ്റി നിർത്തുക. കുറച്ച് കഴിവുള്ളവരെ ടീമിൽ ഉൾപ്പെടുത്തി ഇനിയെങ്കിലും ടീം മുന്നോട്ട് കൊണ്ടുപോകണം. കേരളത്തിലെ ആരാധകർക്ക് അല്ലെങ്കിൽ നിരാശയുണ്ടാകും. എന്ത് ആവേശത്തോടാണ് അവർ സ്റ്റേഡിയത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ കളി വളരെ നിരാശയിലേക്ക് അവസാനിപ്പിക്കുന്നു, ഫലമില്ലാതെ പോകും. കളിക്കാരുടെ കുഴപ്പം കൊണ്ട് മാത്രമാണ് പരാജയപ്പെടുന്നത്. നമ്മൾ അത് കണ്ടു വേണം നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെയുള്ള കളിക്കാരെ ഇറക്കാതിരിക്കുക, നല്ല പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ലൂണ ഇപ്രാവശ്യം വളരെ മോശമായി. അദ്ദേഹത്തിന് ഗോൾ അടിക്കാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ കഴിവ് മുഴുവനും എടുത്ത ആൾ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ഗോൾ കിട്ടുന്നില്ല. എന്ത് ചെയ്യാനും. ഇപ്പോൾ നമുക്കറിയാം, ഗോവയിൽ നിന്ന് ഒരു പ്ലെയർ വന്നു. അദ്ദേഹം നല്ല പ്ലെയറാണ്, പക്ഷേ അദ്ദേഹത്തിന് കുറവുകളുണ്ട്. അദ്ദേഹം കൂടുതൽ സെൽഫ് ഗോൾ അടിക്കാനാണ് അദ്ദേഹം നോക്കുന്നത്. സ്വന്തമായിട്ട് ഗോൾ അടിക്കണം, അല്ലെങ്കിൽ ഗോൾ അടിക്കണം എന്നുള്ളൊരു ചിന്തയാണ് ആ പ്ലെയറിനുള്ളത്. അപ്പം അങ്ങനെയുള്ളവരെ ഫോർവേഡ് വെച്ച് നമ്മൾ കളിപ്പിച്ച് എങ്ങനെ ജയിക്കാൻ സാധിക്കും? അവസരങ്ങൾ കൊടുത്ത് ഗോൾ അടിപ്പിക്കുക, അതാണ് നല്ല പ്ലെയേഴ്സിൻ്റെ ഉത്തരവാദിത്വം. സ്വയം എങ്ങനെയും അല്ലെങ്കിൽ കുറേ പേരെ വെട്ടിച്ചുകൊണ്ട് അടിക്കുക അല്ല വേണ്ടത്. നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത്, അവസരങ്ങളുള്ളവർക്ക് ഗോൾ കൊടുത്ത് അവരെ കൊണ്ട് അടിപ്പിക്കണം. അപ്പം ഒരുപാട് കുറവുകൾ കളിക്കാരിലുണ്ട്, അത് പരിഹരിക്കണം. കൊച്ചിനെ മാറ്റിക്കൊണ്ട് എന്തോ ഒരു ഫലവുമില്ല. അത് ടീം ശ്രദ്ധിച്ചാൽ ഇനിയുള്ള കളികളിലൊക്കെ പരാജയപ്പെടാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇല്ലെങ്കിൽ 10ാം സ്ഥാനത്ത് തന്നെ നമ്മൾ കിടക്കും. അത് കണ്ട് അപ്പോൾ ആ ഒരു കുറവുകൾ പരിഹരിക്കാൻ കഴിയുന്നുവെങ്കിൽ ഈ ടീം നല്ല നിലവാരം പുലർത്തും, നല്ല സ്കോർ നമുക്കുണ്ടാവും. അതിനു വേണ്ട കാര്യങ്ങൾ ടീം മാനേജറെ, ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നല്ല കളിക്കാരെ ഇറക്കി കളിപ്പിക്കുക, അവരെ വെളിയിലിരുത്താതെ നല്ല കളിക്കാരെ ഇറക്കി കളിപ്പിച്ച് വിജയിക്കാൻ നോക്കൂ. അതാണ് നമുക്ക് ആവശ്യം.